നേന്ത്രക്കായ വെച്ചിട്ട് ഒരു കോഴിക്കുട്ടൻ ഉണ്ടാക്കിയാലോ? എങ്ങനെയുണ്ടാവും? അപ്പൊ സമയം കളയണ്ട, ഉടനെ വീഡിയോയിലേക്ക് പോവാം. ജോസ് മോസസ് കിച്ചൺ. ഈ പ്ലാന്റേൻ വെച്ച് പല റെസിപ്പികളും ചെയ്തിട്ടോ. ഒരു ഗുലാബ് ജാമുൻ ഉണ്ട്, പഴംപൊരി ഉണ്ട്, ഇതേപോലെ പല പല റെസിപ്പികളും. അതും ട്രൈ ചെയ്ത് നോക്കണേ. ഈ റെസിപ്പി ഉപയോഗിച്ച് നമുക്കൊരു 8 കോഴിക്കോട്ട ഉണ്ടാക്കാൻ പറ്റണേ. അതിന് വേണ്ടിയിട്ട് 3 നല്ല പഴുത്ത നേന്ത്രപ്പഴം അതിനിങ്ങനെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് നമ്മുടെ കൈകൊണ്ടോ മാഷറോ ഉപയോഗിച്ച് നന്നായിട്ട് അങ്ങോട്ട് മാഷ് ചെയ്യുന്നത്. ഇതേപോലെ നന്നായിട്ട് അങ്ങോട്ട് മാഷ് ചെയ്യും. അത് കഴിഞ്ഞാൽ ഒരു പാത്രത്തിലേക്ക് വളരെ ചൂട് കുറച്ചിട്ട് 1 കപ്പ് അരിപ്പൊടി അതങ്ങോട്ട് വറുത്തെടുക്കാം. അരിപ്പൊടി നന്നായിട്ട് വറുത്ത് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതും ആ നമ്മൾ മാഷ് ചെയ്ത് വെച്ച പ്ലാന്റൈനിലേക്ക് ചേർക്കാം. 1 ടീസ്പൂൺ ഏലക്കായയുടെ പൊടിയും ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞ് അത് മിക്സ് ചെയ്തത് ഇതേപോലെ നല്ല ഡോ പോലെ ആക്കണം. കുറച്ച് ഉപ്പും ഇട്ട് മിക്സ് ചെയ്ത് അതാണ് സൈഡിലേക്ക് വെച്ചേക്കാം. ഒരു പാത്രത്തിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് അങ്ങോട്ട് ഇടാം. കുറച്ച് കശുവണ്ടി ചോപ്പ് ചെയ്തത് ഇട്ട് അങ്ങോട്ട് മിക്സ് ചെയ്യുക. അതിൻ്റെ ഉള്ളിലേക്ക് 1.5 കപ്പ് ചിരകിയ നാളികേരം ഇട്ട് കൊടുക്കാം. അതും അങ്ങോട്ട് മിക്സ് ചെയ്യുക. പിന്നെ അതിലേക്ക് കുറച്ച് ഏലക്കായയുടെ പൊടി 1 ടീസ്പൂൺ അതും ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് അതിൻ്റെ ഉള്ളിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ഇട്ട് അതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് 1 മിനിറ്റ് നേരം കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ തീ ഓഫ് ചെയ്ത് നമുക്ക് സൈഡിലേക്ക് വെക്കാം കേട്ടോ. നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചതിനെ 6 ബോളുകളാക്കി മാറ്റാം. അത് കഴിഞ്ഞ് ഇതേപോലെ അങ്ങോട്ട് പരത്തി അങ്ങോട്ട് കൊടുക്കാം. അതിൻ്റെ സെൻറ്ററിലേക്ക് നമ്മൾ ഉണ്ടാക്കിയ നാളികേരത്തിൻ്റെ മിക്സ് അങ്ങോട്ട് വെച്ച് കൊടുത്ത് അതിനെ അങ്ങോട്ട് കവർ ചെയ്തേക്കാം. ഇതേപോലെ കവർ ചെയ്ത് ഇങ്ങനെ ബോളുകൾ അങ്ങോട്ട് പിടിച്ചേക്കാം. അങ്ങനെ എല്ലാ ബോളുകളും റെഡിയാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് ആവി കയറ്റാനായിട്ടൊരു പാത്രത്തിൽ വയ്ക്കാം. അതിൻ്റെ ഉള്ളിലേക്ക് നമ്മുടെ കോഴിക്കോട്ട അങ്ങോട്ട് വെച്ച് കൊടുത്തേക്കാം. അത് കഴിഞ്ഞ് കവർ ചെയ്ത് ഒരു 8 to 10 മിനിറ്റ് വരെ അതങ്ങോട്ട് സ്റ്റീം ചെയ്യാം. ഇതേപോലെ നമുക്കുള്ള കോഴിക്കോട്ട റെഡി ആയിട്ടുണ്ട്. നല്ല ചൂടുള്ള കോഴിക്കോട്ട. ഇനി അത് ഓരോന്ന് മാറ്റി പ്ലേറ്റിലേക്ക് വെക്കുക. ഇതേപോലെ നമ്മുടെ കോഴിക്കോട്ട കിട്ടും. ഇനി എന്താ ചെയ്യണ്ടേ? ഇങ്ങനെ ആസ്വദിച്ചു നിന്നാണോ? ഓക്കെ, ബൈ. സബ്സ്ക്രൈബ് ചെയ്തേക്കണേ, മറക്കല്ലേ. അപ്പൊ ഇതോ നോക്കണേ. ഈ റെസിപ്പി നിങ്ങളും ട്രൈ ചെയ്ത് നോക്കണേ. പിന്നെ ഇതും മറക്കല്ലേ.